പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോട്ടോടൈപ്പിംഗ് മോഡലിലാണ് പറഞ്ഞ് നിർത്തിയത്. ഇന്നത്തെ ക്ലാസ് അതിൻ്റെ തുടർച്ചയായി നമ്മൾ 2 മോഡലുകൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് ആദ്യം പറയാൻ പോകുന്ന മോഡലാണ് ഇൻക്രിമെൻ്റൽ ഡെവലപ്മെൻറ്റ് മോഡൽ. നമുക്ക് ആദ്യം എന്താണ് ഇൻക്രിമെൻ്റൽ ഡെവലപ്മെൻറ്റ് മോഡൽ എന്ന് പരിശോധിക്കാം. അത് മറ്റ് മോഡലുകളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്നും ശ്രദ്ധിക്കും. ഈ മോഡലിനെ മറ്റു 2 പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. അവ ഒന്നുകിൽ സക്സസീവ് വേർഷൻസ് മോഡൽ എന്നും ചില സമയത്ത് ഇൻക്രിമെൻ്റൽ മോഡൽ എന്ന് മാത്രവും അറിയപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും ഒരു ലൈഫ് സൈക്കിൾ മോഡലിൽ ഒരു സിമ്പിൾ വർക്കിംഗ് എന്ന് പറയുന്നത്, ഇത്തരം സിസ്റ്റങ്ങളുടെ എന്ന് പറയുന്നത്, ആദ്യം അടിസ്ഥാനമായിട്ട് വേണ്ട, ബേസിക് ആയിട്ട് വേണ്ട ഫീച്ചേഴ്സിനെ ഉണ്ടാക്കി ഒരു സോഫ്റ്റ്വെയറായി കസ്റ്റമറിന് ഡെലിവർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് വളരെ തിരക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം വേണ്ട സാധന സാമഗ്രികൾ വച്ച് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത് പോലെ, സമയബന്ധിതമായി തീർക്കുന്നത് പോലെ, അത്തരം പ്രവൃത്തികളാണ് ഈ ഇൻക്രിമെൻ്റൽ മോഡൽ ആദ്യം ചെയ്യുക. നമ്മൾ തിരക്ക് പിടിച്ച് നിൽക്കുമ്പം ഭക്ഷണം ഉണ്ടാക്കുന്നു. ഭക്ഷണത്തിൻ്റെ കൂടെ അമ്മ തന്നെ പറയും, അതിൻ്റെ കടുവറുക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് കറി നൽകുന്നതായിരിക്കും. അതിന് നമുക്കൊരു ഇൻക്രിമെൻ്റൽ മോഡലായിട്ട് കരുതാം. അതായത് ആ കറി ഫിനിഷ് ചെയ്യാനായിട്ട് വേറെ കുറച്ച് കാര്യങ്ങളിലൂടെ ചെയ്യാനായിട്ടുണ്ട്. പക്ഷേ സമയം കുറവായതുകൊണ്ട് അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു സോഫ്റ്റ്വെയർ തരുന്നു എന്നുള്ളതാണ് ഇത്തരം പ്രക്രിയയിൽ മോഡലുകളിൽ പ്രധാനമർഹിക്കുന്നത്. അതിനുശേഷം വരുന്ന പല ഇറ്ററേഷനുകളിലും ഈ നിലവിൽ കൊടുത്ത സിസ്റ്റത്തിനകത്ത് മാറ്റങ്ങൾ വരുത്തി യഥാർത്ഥമായി കസ്റ്റമർ ആഗ്രഹിച്ച സിസ്റ്റത്തിൽ എത്തുന്നത് വരെ പലതരം മോഡിഫിക്കേഷൻ നടത്തി അവർക്ക് നൽകുന്നു എന്ന് കാണാനായിട്ട്. ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എഴുതുമ്പോൾ ഇത്തരം ഒരു രീതിയാണ് അനുവർത്തിക്കുക. ആദ്യം ഒരു ബുക്ക് 1ാമത്തെ വർഷം ഇറങ്ങും. അതിൽ വരുന്ന തെറ്റുകൾ കസ്റ്റമേഴ്സ് വായിച്ചിട്ട് അല്ലെങ്കിൽ റീഡേഴ്സ് വായിച്ചിട്ട് ഫീഡ്ബാക്ക് ആയിട്ട് നൽകുമ്പോൾ ആ ഫീഡ്ബാക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 2ാമത്തെ വർഷം നടക്കും. ഇത് തന്നെയാണ് ഇത്തരം മോഡലുകളിൽ പ്രധാനമർഹിക്കുന്ന കാര്യം. നമുക്ക് എഗ്രിമെൻ്റ് മോഡലിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയും, ABC എന്ന് പറയുന്ന വിവിധ സ്റ്റേജുകൾ, വിവിധ മോഡ്യൂൾസിൻ്റെ ഡെവലപ്മെൻറ്റ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ പിക്ചറിനകത്ത്. ABC എന്ന് പറയുന്ന വിവിധ മോഡലുകളാണെങ്കിൽ, A എന്ന് പറയുന്ന മോഡൽ ഡെവലപ്പ് ചെയ്തിട്ട് ഡെലിവർ ചെയ്യുന്നു. ബിയും എന്ന് പറയുന്ന മോഡൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ ബിയും എയും കൂടെ കൂട്ടിച്ചേർത്ത് സെക്കൻഡ് വെർഷനിൽ അവയുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും സപ്ലൈ ചെയ്യുക. 3ാമത്തെ ഫേസിനകത്ത് വരുന്ന സമയത്ത് 3 മോഡ്യൂൾ കൂടെ ചേർത്ത് വിതരണം ചെയ്യുന്നു. അതായത് ഓരോ വെർഷനിലും ചില മാറ്റങ്ങൾ അടിസ്ഥാനമായിട്ട് നമ്മൾ കൊടുത്ത പ്രോഡക്റ്റിൽ വരുത്തി നൽകുന്നു എന്നുള്ളതാണ്. ഇവയുടെ ലൈഫ് സൈക്കിൾ ആക്ടിവിറ്റീസ് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത്, ഇത്തരം മോഡലുകളിൽ സോഫ്റ്റ്വെയറിനുള്ള റിക്വയർമെൻറ്റിനെ ബ്രോക്ക് ഡൗൺ ഇൻറ്റു സെവറൽ മോഡ്യൂൾസ് ഓഫ് ഫീച്ചേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ടോട്ടൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തൊക്കെ ഫീച്ചറുകളാണ്, ഏതൊക്കെ മോഡ്യൂളുകളാണ് നമുക്ക് ആവശ്യമുള്ളത്, അത്തരത്തിൽ അവയെ തരംതിരിക്കുകയും അതിനുശേഷം ഇൻക്രിമെൻ്റലായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് ഡെലിവർ ചെയ്യുന്നു. അതായത് ഓരോ ഭാഗങ്ങളായിട്ട് കൺസ്ട്രക്ട് ചെയ്ത്, അല്ലെങ്കിൽ പുതിയ ഭാഗങ്ങൾ ഓരോന്നായിട്ട് ഓരോ വെർഷനിലും കൂട്ടിച്ചേർത്ത് ഡെലിവറി ചെയ്യുന്നു എന്ന് കാണാനായിട്ട് കഴിയും. ഇതിനെ പിക്ചോറിയലായിട്ട് നമുക്ക് നേരത്തെ കണ്ട ഫിഗറിനകത്ത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അറ്റ് എനി ടൈം പ്ലാൻ ഈസ് മെയ്ഡ് ഓൺലി ഫോർ നെക്സ്റ്റ് ഇൻക്രിമെന്റ്. അതാ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വ്യത്യാസം. ഓരോ വേർഷൻ ചെയ്യുമ്പോഴും, ചെയ്തു കഴിഞ്ഞിട്ടും ദേ ആർ പ്ലാനിങ് ഫോർ ദ നെക്സ്റ്റ് ഇൻക്രിമെന്റ്. അതല്ലാതെ ദർ ഈസ് നോ ലോങ് ടേം പ്ലാൻസ്. ലോങ് ടേം ആയിട്ടുള്ള പ്ലാനുകളൊന്നുമില്ല. ഷോർട്ട് ടേം പ്ലാൻസ് ആയിരിക്കും കൂടുതൽ. ഒന്ന് ചെയ്തു കഴിഞ്ഞിട്ട് ആലോചിക്കുന്നത് ഇതിലെന്ത് മാറ്റം വരുത്തി അടുത്തതിലേക്ക് എത്താം. ചില വിദ്യാർത്ഥികൾക്ക് ലോങ് ടേം പ്ലാൻ ഉണ്ട്. അല്ലെ, ജീവിതത്തിൽ എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റി കൃത്യമായ വീക്ഷണത്തോടുകൂടി ക്ലാസ്സുകളിൽ പഠിക്കുകയും പദ്ധതി രൂപീകരിക്കുകയും ചെയ്യുന്ന കുട്ടികൾ. എന്നാൽ ചില കുട്ടികളാകട്ടെ കാണുന്നത് പോലെ ചെയ്യാം. ഓരോ ക്ലാസ്സിലും പഠിച്ചു കഴിഞ്ഞിട്ട് ആലോചിക്കാം, ജയിച്ചെങ്കിൽ ഇനി എന്ത് ചെയ്യാം. സോ അത്തരത്തിൽ പോകുന്ന ഒരു മോഡൽ, അതാണ് യഥാർത്ഥത്തിൽ ഈ ഇൻക്രിമെൻ്റൽ മോഡൽ എന്ന് പറയുന്നത്. എപ്പോഴും തൊട്ടടുത്ത ഇൻക്രിമെന്റിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്.
ദേ ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ലോങ് ടേം പ്ലാൻസ്. അതുകൊണ്ട് തന്നെ ഈ മോഡലിൽ നമുക്ക് എളുപ്പത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഈ മോഡലിൽ പുതുമകൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കണമെങ്കിൽ പുതിയ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് ആ റിക്വയർമെന്റിനെ ആവശ്യകതയെ മുഴുവനും നമുക്ക് ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ മോഡലിന്റെ നേട്ടമായിട്ട് സൂചിപ്പിക്കാൻ കഴിയുക. The development team first undertakes to develop the core features of the system. ആദ്യം നമ്മൾ ചെയ്യുന്നത് കോർ ഫീച്ചേഴ്സ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അവയെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ഒരു ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗാന്ധിയുടെ ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെടുന്നു, നിങ്ങൾ രണ്ട് കണ്ണടകളുടെ 2 റൗണ്ട് വരച്ച് കഴിയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഗാന്ധിജി എന്നുള്ളൊരു ഫീൽ ഉണ്ടാകും. അതായത് അവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഏറ്റവും കോറായിട്ടുള്ള ഫീച്ചറിനെ ഐഡന്റിഫൈ ചെയ്ത് അത് റെപ്രസെന്റ് ചെയ്തു, അപ്പോൾ ഗാന്ധിയും തോന്നി. പിന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പിലും അതിനകത്ത് ചില കൂടിച്ചേരലുകൾ ഉണ്ടാക്കി ഗാന്ധിജിയെ കുറച്ചുകൂടെ ആ പിക്ചറിനെ കുറച്ചുകൂടെ പുതുക്കുന്നു എന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് ഈ മോഡലുകളിൽ സംഭവിക്കുന്ന രീതി. ഞാൻ പല ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് കാര്യം മനസ്സിലാക്കി ഗ്രഹിക്കാൻ ശ്രമിക്കുക. The core and basic features are those that do not need to invoke any services from other features. അതായത് ഇത്തരം ഫീച്ചറുകൾ, കോർ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ഫീച്ചറുകൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. മറ്റു സർവീസുകളിലൂടെ ഇൻവോക്ക് ചെയ്യപ്പെടുന്നതല്ല, അല്ലെങ്കിൽ സ്വയമായിട്ട് നിലനിൽപ്പുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫീച്ചറുകളാണ് കോർ അല്ലെങ്കിൽ ബേസിക് ഫീച്ചേഴ്സ് എന്നറിയപ്പെടുക. അപ്പോൾ നോൺ കോർ ഫീച്ചേഴ്സ് എന്തായിരിക്കും? They are the services which need services from the core features. ഈ കോർ ഫീച്ചറിൽ നിന്നും ഉടലെടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഇവയുടെ പല കോമ്പിനേഷൻ വഴി ഉടലെടുക്കുന്നതാണ് നോൺ കോർ ഫീച്ചേഴ്സ് എന്നും കാണാനായിട്ട് കഴിയും. Once the initial core values are developed, these are refined into increasing level of capability by adding new functionalities. ഒരിക്കലൊരു കോർ ഫീച്ചേഴ്സ് ഉപയോഗിച്ചൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിനെ ഓരോ ലെവലിലും റിഫൈൻ ചെയ്ത് പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ട് വേർഷനാക്കി മാറ്റുന്നു എന്ന് കാണാനായിട്ട് കഴിയും. ഓരോ ഇൻക്രിമെന്റൽ വേർഷനും സാധാരണയായി ഒരു ഐട്രേറ്റീവ് വാട്ടർഫാൾ മോഡൽ ഉപയോഗിച്ചായിരിക്കും ഡെവലപ്പ് ചെയ്തിരിക്കുക. അതായത് പല വേർഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഓരോ വേർഷനിലും ഐട്രേറ്റീവ് വാട്ടർഫാൾ മോഡലാണ് പ്രയോജനപ്പെടുത്തുന്നതെന്ന് കാണാനായിട്ട് കഴിയും. ഇത് നമുക്ക് സ്കീമാറ്റിക്കലി പിക്ചറിനകത്ത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് പല വെർഷനായിട്ട്, വേർഷൻ 1, വേർഷൻ 2, വേർഷൻ 3, N-1 വേർഷന് പല വെർഷനുകളായിട്ടുണ്ട്. ഓരോ വെർഷനകത്തും ഡിസൈൻ, കോഡ്, ടെസ്റ്റ്, ഡിപ്ലോയ്മെന്റ് കഴിയുന്നു, തിരിച്ചു മടങ്ങിപ്പോകുന്നു, വീണ്ടും രണ്ടാമത്തെ വെർഷന്റെ പണി ആരംഭിക്കുന്നു, അല്ലെ? ആ വെർഷൻ ഡെവലപ്പ് ചെയ്യുന്നു, മൂന്നാമത്തെ വെർഷൻ, അങ്ങനെ അവസാനം N-1 കഴിയുന്നു, ആ വെർഷൻ ഫീഡ്ബാക്ക് കൊടുത്തിട്ട് nth വെർഷൻ വരുന്നു, ഡിസൈൻ, കോഡ്, ടെസ്റ്റ്, ഡിപ്ലോയ്. nth വെർഷൻ കഴിയുമ്പോൾ ഫുൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും കംപ്ലീറ്റ് ആകുന്നു എന്ന് കാണാനായിട്ട് കഴിയും. ഇതാണ് ഇൻക്രിമെന്റൽ മോഡൽ ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. നമുക്കിനി ഓരോ സക്സസീവ് വേർഷനിലും സോഫ്റ്റ്വെയർ ഈസ് കൺസ്ട്രക്റ്റഡ് ആൻഡ് ഡെലിവേർഡ് ടു ദ കസ്റ്റമർ. ഓരോ വെർഷനും റിലീസ് ചെയ്തിട്ട് അത് ഉപയോഗിച്ച കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എടുക്കുകയും, അല്ലെ, ആ ഫീഡ്ബാക്കുകൾ ഉപയോഗപ്പെടുത്തി അടുത്തു വരുന്ന വെർഷനുകളിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് കാണും. ഈച്ച് ഡെലിവേർഡ് വെർഷൻ ഓഫ് ദ സോഫ്റ്റ്വെയർ ഇൻകോർപ്പറേറ്റ്സ് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ടാകും. അപ്പോൾ അതായത് കറണ്ട് വെർഷൻ മൈനസ് പ്രീവിയസ് വെർഷൻ എന്ന് പറയുന്നത് ചില അഡീഷണൽ ഫീച്ചേഴ്സ് ആയിരിക്കും ഈ രണ്ട് വെർഷനുകൾ തമ്മിലുണ്ടാകും. ഓൾസോ റിഫൈൻസ് ദ ഫീച്ചേഴ്സ് ദാറ്റ് വി ആർ ഓൾറെഡി ഡെലിവേർഡ് ടു ദ കസ്റ്റമർ. നിലവിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചറുകളെ റിഫൈൻ ചെയ്യുകയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുകയും അതുകൂടാതെ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മോഡലിൽ റിക്വയർമെന്റ് ഗ്യാതറിങ്ങും സ്പെസിഫിക്കേഷനും, അല്ലെ, ശേഷം ദ റിക്വയർമെന്റ് ആർ സ്പ്ലിറ്റ് ഇൻ ടു സെവറൽ വേർഷൻസ്. അപ്പോൾ ആദ്യം ഈ മോഡൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആവശ്യകത മുഴുവനും നമ്മൾ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് എല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നു.
അതിനുശേഷം നമ്മൾ തീരുമാനിക്കുന്നു ഒന്നാമത്തെ വർഷത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതിൻ്റെ ഇൻക്രിമെൻ്റ് രണ്ടാമത്തെ വർഷം ഇറക്കുമ്പോൾ അതിൽ എന്തൊക്കെ കൂട്ടിച്ചേർക്കണം. അത്തരത്തിലുള്ള ഒരു പദ്ധതി ആദ്യം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുന്നു എന്നതാണ്. സ്റ്റാർട്ടിങ് വിത്ത് ദ കോർ വെർഷൻ, ആ പിക്ചറിൽ നമ്മൾ കണ്ടതുപോലെ ഈച്ച് സക്സസീവ് ഇൻക്രിമെന്റ് ദ നെക്സ്റ്റ് വെർഷൻ ഈസ് കൺസ്ട്രക്റ്റഡ് യൂസിങ് ഐറ്ററേറ്റീവ് വാട്ടർഫാൾ മോഡൽ ഡെവലപ്മെന്റ് ആൻഡ് ഡിപ്ലോയിഡ് അറ്റ് ദി കസ്റ്റമർ സൈറ്റ്. ഇവിടെ ഓരോ വെർഷനിലും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ് അതാത് സ്റ്റേജുകളിൽ ഡിപ്ലോയ് ചെയ്യുകയും ചെയ്യുന്നു, അതായത് ആൾക്കാർക്ക് വർക്ക് ചെയ്യാനായിട്ട് നൽകുകയും ചെയ്യുന്നു. ലാസ്റ്റ് വെർഷൻ കഴിഞ്ഞതിന് ശേഷം ഡെവലപ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഫുൾ സോഫ്റ്റ്വെയറും ഡിപ്ലോയ് ചെയ്ത് കഴിയുന്നു, അത് ഉപയോഗപ്രദമായി മാറുന്നു. അഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാനായിട്ട് കഴിയുന്ന ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എറർ റിഡക്ഷൻ ആണെന്ന് കാണുന്നു. അതായത് ഇവിടെ കസ്റ്റമറിന്റെ ആവശ്യങ്ങളൊക്കെ മുഴുവനും നമ്മൾ ആദ്യമേ ഐഡന്റിഫൈ ചെയ്യും, അതിനുശേഷം പിന്നെ അത് മാറ്റം വരുത്തുവാനായിട്ട് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദിസ് റെഡ്യൂസസ് ദ ചാൻസസ് ഓഫ് എറേഴ്സ് ഇൻ ദി കോർ മോഡ്യൂൾസ് ഓഫ് ദി ഫൈനൽ പ്രോഡക്റ്റ്, ലീഡിങ് ടു ഗ്രേറ്റർ റിലയബിലിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറിന്റെ റിലയബിലിറ്റി ഇത് മുഖാന്തരം കൂടുന്നു, ഫൈനൽ പ്രോഡക്റ്റിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. കാരണം ഓരോ വർഷത്തിലും നമുക്ക് ഈ ഒരു റീവിസിറ്റിംഗ് നടക്കുന്നുണ്ട്. റിക്വയർമെന്റ് ശരിയാണോ, എന്തെങ്കിലും റിക്വയർമെന്റ് റിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ. അതുകൊണ്ട് എറർ റിഡക്ഷൻ ഉണ്ടാകുന്നു മറ്റുള്ള മോഡലുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻക്രിമെന്റൽ റിസോഴ്സ് ഡിപ്ലോയ്മെന്റ് എന്നുള്ളതാണ്. കാരണം ഇവിടെ നമുക്ക് തുടക്കത്തിൽ തന്നെ എല്ലാ റിസോഴ്സും സജ്ജമാക്കി വയ്ക്കണമെന്ന് നിർബന്ധമില്ല. ഒരു യുദ്ധം തുടങ്ങുന്ന സമയത്ത് യുദ്ധത്തിന് ആവശ്യമായുള്ള പടക്കോപ്പുകൾ മുഴുവനും സജ്ജമാക്കി വെച്ചിട്ട് യുദ്ധം തുടങ്ങാറുള്ളൂ. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ അത്തരത്തിൽ തുടക്കം മുതൽ ആവശ്യമുള്ള എല്ലാ റിസോഴ്സസും സംഘടിപ്പിച്ച് വെച്ച് വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട കാര്യം ഇല്ല എന്ന് കാണുന്നു. ചിലയിടത്തൊക്കെ നമ്മൾ പോയിട്ടില്ല, ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മണിക്കൂറോളം വെയിറ്റ് ചെയ്യുന്നു, എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് അവസാനമായിരിക്കും ആ കാര്യം ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അത്രയും നേരം ഇത്രയും റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സോ അല്ലാത്ത മെഷീനറി ആയിക്കൊള്ളട്ടെ, ഐഡിലായിട്ട് വെറുതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ നശിച്ചു പോകുന്നു എന്നുള്ളതാണ്, സമയം നഷ്ടപ്പെടുന്നു. പക്ഷെ ഈ മോഡലിനകത്ത് ഇൻക്രിമെന്റൽ റിസോഴ്സ്, ഓരോ ഇൻക്രിമെന്റിനും ആവശ്യമായിട്ടുള്ള റിസോഴ്സ് മാത്രമേ അതാത് സമയങ്ങളിൽ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വേസ്റ്റേജ് ഓഫ് റിസോഴ്സ് ടൈം എന്ന് പറയുന്നത് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ കുറയുന്നു എന്ന് കാണുന്നു. അതുകൊണ്ടാണ് ഇറ്റ് ഓൾസോ സേവ്സ് ദ ഡെവലപ്പിംഗ് ഓർഗനൈസേഷൻ ഫ്രം ഡെവലപ്പിംഗ് ലാർജ് റിസോഴ്സസ് ആൻഡ് മാൻ പവർ ഫോർ എ പ്രോജക്റ്റ് ഇൻ വൺ ഗോ. അതുകൊണ്ട് ഒരുമിച്ച് ഈ പ്രോജക്റ്റ് ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ മാൻ പവർ എടുക്കണമെന്ന് നിർബന്ധമില്ല, മറിച്ച് അത് ഇൻക്രിമെന്റൽ ആയതുകൊണ്ട് അതാത് സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തിയാൽ മതി. അടുത്തുനിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോഡലാണ് ഇവല്യൂഷണറി മോഡൽ. ഈ മോഡലും നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ മോഡലും ഇൻക്രിമെന്റലും തമ്മിൽ അടുത്ത ബന്ധമുള്ളതായി നമുക്ക് കാണാനായിട്ട് കഴിയും. മോഡലിനും ആവശ്യം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ആസ് ഇൻ ദ കേസ് ഓഫ് ദി ഇൻക്രിമെന്റൽ മോഡൽ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ ഫേസിലും, എവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഉണ്ടായി വരിക, ഉരുത്തിരിയുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മോഡലും പല വെർഷനായിട്ടാണ് അത്തരത്തിൽ ഉരുത്തിരിയൽ ഉണ്ടാകുന്നതെന്ന് കാണാനായിട്ട് കഴിയും. ഓരോ ഇൻക്രിമെന്റും ഉണ്ടാകുമ്പോൾ എ കൺസെപ്റ്റ് ഈസ് ഇംപ്ലിമെന്റഡ്, പുതിയ ഒരു ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടാകും, അത് അതേ സ്ഥലത്ത് തന്നെ ഡിപ്ലോയ് ചെയ്യുന്നുമുണ്ട്. ദ സോഫ്റ്റ്വെയർ ഈസ് സക്സസീവ്ലി റിഫൈൻ. ഇവിടെ ഓരോ സ്റ്റേജിലും റിഫൈനിങ് സംഭവിക്കുന്നുണ്ട്. ഫീച്ചർ എൻറിച്ച്മെന്റ് ഉണ്ടാകുന്നുണ്ട് അവസാന ഡെവലപ്മെന്റ് വരെ. എൻറിച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിച്ചേർക്കാന്ന് അർത്ഥമുള്ളൂ. ഫീച്ചേഴ്സ് കൂടുതൽ പരിപോഷിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രിൻസിപ്പൽ ഐഡിയ ബിഹൈൻഡ് ദ എവല്യൂഷണറി മോഡൽ ഈസ് കൺവൈഡ് ബൈ ഇറ്റ്സ് നെയിം. അല്ലെ, ഈ മോഡലിന്റെ ഐഡിയ അതിന്റെ പേരിൽ തന്നെ വന്നിട്ടുണ്ട്, ഇവല്യൂഷൻ ആണ്, ഇവല്യൂഷണറി മോഡലാണ്. അല്ലെ, ദ ഇൻക്രിമെന്റൽ മോഡൽ ഡെവലപ്മെന്റ് മോഡൽ കംപ്ലീറ്റ്സ് റിക്വയർമെന്റ് ആർ ഫസ്റ്റ് ഡെവലപ്പ്. ഇവിടെയാണ് ഒരു ചെറിയ വ്യത്യാസം നമ്മുടെ തൊട്ടു മുമ്പ് ചർച്ച ചെയ്ത മോഡലുമായിട്ട് വരുന്നത്. ഇവിടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ആർ ഫസ്റ്റ് ഡെവലപ്ഡ് ആൻഡ് SRS ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നു. റിക്വയർമെന്റ് ആദ്യമേ തന്നെ മനസ്സിലാക്കുകയും ആ റിക്വയർമെന്റ് ഫ്രീസ് ചെയ്യുകയും റിക്വയർമെന്റ് ബേസ് ചെയ്തിട്ട് SRS ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഇൻ കോൺട്രാസ്റ്റ് ഇൻ ദി എവല്യൂഷണറി മോഡൽ, നമ്മൾ പറഞ്ഞ എവല്യൂഷണറി മോഡലിനകത്താണെങ്കിൽ ഈ റിക്വയർമെന്റ് പ്ലാൻ, എസ്റ്റിമേറ്റ്സ് ആൻഡ് സൊല്യൂഷൻ ഇവോൾവ് ഓവർ ദി ഐറ്ററേഷൻ.
റിക്വയർമെന്റും പ്ലാനും എസ്റ്റിമേറ്റും സൊല്യൂഷനും എല്ലാം ഓരോ ഐട്രേഷനിൽ ഇവോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ മുഴുവനായിട്ട് ഡിഫൈൻ ചെയ്തിട്ടല്ല ഡെവലപ്മെന്റ് തുടങ്ങുന്നത്. ആൻഡ് ഫ്രോസൺ ഇൻ എ മേജർ upfront specification effort before the development iteration begin. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻക്രിമെന്റ് ഡെവലപ്മെന്റ് മോഡലിനകത്ത് കംപ്ലീറ്റ് റിക്വയർമെന്റും ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, SRSും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് കാണാം. Such evolution is consistent with the pattern of unpredictable feature discovery and feature changes that take place in the new product. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇവല്യൂഷനകത്ത് അല്ലെ, ഈ ഇവല്യൂഷണറി മോഡൽ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിരിക്കും. കാരണം അൺപ്രഡിക്റ്റബിൾ ഫീച്ചേഴ്സ് ഉണ്ടാകുന്നില്ല, ഫീച്ചർ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ എ ന്യൂ പ്രോഡക്റ്റ് ആണ്. എവല്യൂഷണറി മോഡലിനെ നമുക്ക് ഒരു വാട്ടർഫാൾ മോഡലിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് പരിഗണിക്കാം. കാരണം it incorporates a major paradigm shift that has been widely adopted in many recent life cycles. കാരണം പല ലൈഫ് സൈക്കിളിലും പല വ്യതിയാനങ്ങളും അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും വാട്ടർഫാൾ മോഡലിനെ പോലെ ഒരു സക്സസ് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എവല്യൂഷണറി മോഡലും ഫോളോ ചെയ്യുന്നത് വാട്ടർഫാൾ മോഡലാണെന്ന് കാണാനായിട്ട് കഴിയും ഓരോ ഇറ്ററേഷൻ. Due to obvious reason, evolutionary software development process sometimes referred to design little, build a little, test a little, deploy a little. വളരെ കുറച്ചു മാത്രം ഡിസൈൻ ചെയ്യുന്നു, അതിനെ ബിൽഡ് ചെയ്യുന്നു, അതിനെ ടെസ്റ്റ് ചെയ്യുന്നു, അതിനെ ഡിപ്ലോയ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ എവല്യൂഷണറി മോഡലിന്റെ അടിസ്ഥാനപരമായ സ്വഭാവം. അതിനർത്ഥം after requirement have been specified, design, build, test and deployment activities are iterated. അപ്പോൾ ഐട്രേഷൻ സംഭവിക്കുന്നത് റിക്വയർമെന്റിനകത്ത് ഐട്രേഷൻ സംഭവിക്കില്ല. നമ്മൾ തൊട്ടുമുമ്പിൽ പറഞ്ഞ മോഡലിനകത്ത് റിക്വയർമെന്റ് നമുക്ക് മാറ്റാം, കൂട്ടിച്ചേർക്കാം. പക്ഷെ ഇവിടെ റിക്വയർമെന്റിനകത്ത് കൂട്ടിച്ചേർക്കൽ ഉണ്ടാകുന്നില്ല, മറിച്ച് റിക്വയർമെന്റ് ഫിക്സ് ചെയ്തതിനു ശേഷം ഡിസൈനും ബിൽഡിലും ടെസ്റ്റിലും ഡിപ്ലോയ്മെന്റിലും ഐട്രേഷൻ ഉണ്ടാകുന്നു. അത് പല പ്രാവശ്യം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇവിടെ റെപ്രസെന്റേഷൻ നമുക്ക് ഇനി കാണാനായിട്ട് കഴിയും. അല്ലെ, റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ഉണ്ടാവുന്നു, ഐഡന്റിഫൈ കോർ ആൻഡ് അതർ പാർട്സ് ടു ബി ഡിപ്ലോയിഡ് ഡെവലപ്ഡ് ഇൻക്രിമെന്റലി, കോർ പാർട്ട് ഡെവലപ്പ് ചെയ്യുന്നു, കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് ഉണ്ടാകുന്നു, അത് ഉപയോഗിച്ചിട്ട് വീണ്ടും ആ ഡെവലപ്മെന്റ് ഐട്രേഷൻ ഒരു ലൂപ്പിനകത്തായി വന്നിരിക്കുന്നത്. വീണ്ടും ഡെവലപ്പ് ദ നെക്സ്റ്റ് ഐഡന്റിഫൈഡ് ഫീച്ചർ യൂസിങ് ദി ഐട്രേറ്റീവ് വാട്ടർഫാൾ മോഡൽ. പുതിയ ഫീച്ചർ ഐഡന്റിഫൈ ചെയ്യുന്നു, അത് തിരിച്ച് ഫീഡ്ബാക്ക് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും നമുക്ക് ആ ഡെവലപ്മെന്റ് ആ കറക്റ്റ് ചെയ്ത അല്ലെ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റിൽ വീണ്ടും ചേഞ്ചസ് വരുത്തുന്നു. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓൾ ഫീച്ചേഴ്സ് കംപ്ലീറ്റ്, യു ആർ മൂവിങ് ഫോർ മെയിൻ്റനൻസ്. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള സൈക്കിള് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ മോഡലിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഒന്ന്, എഫക്റ്റീവ് എലിസിറ്റേഷൻ ഓഫ് ആക്ച്വൽ കസ്റ്റമർ റിക്വയർമെന്റ്. ആക്ച്വൽ കസ്റ്റമർ റിക്വയർമെന്റ് ഫസ്റ്റ് സ്റ്റേജിൽ ഡെവലപ്മെന്റ് തുടങ്ങുന്നത് മുമ്പ് തന്നെ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വരുന്ന ചേഞ്ച് റിക്വസ്റ്റുകൾ, ഡെലിവറി ഓഫ് കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നു. സാധാരണ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് തീരാറാകുമ്പോൾ വീണ്ടും റിക്വയർമെന്റിൽ മാറ്റം വരുത്തും, വീണ്ടും അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇത്തരം മോഡലുകൾ ഫോളോ ചെയ്യണമെങ്കിൽ അത്തരത്തിൽ ഐട്രേഷൻ റിക്വയർമെന്റിൽ ഉണ്ടാകാൻ ഇടയില്ല, ഉണ്ടാകാത്ത രീതിയിലാണ് ഈ മോഡൽ അവയെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് എഫക്റ്റീവ് എലിസിറ്റേഷൻ ഓഫ് ആക്ച്വൽ കസ്റ്റമർ റിക്വയർമെന്റ്സ് ഇവയുടെ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയാൻ കാരണം. രണ്ടാമതായിട്ട് ഈസി ഹാൻഡ്ലിംഗ് ചേഞ്ച് റിക്വസ്റ്റ്. സാധാരണ ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അഥവാ ചേഞ്ചസ് വന്നാൽ തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് വരുത്താൻ വളരെ ബുദ്ധിമുട്ട് അല്ല എന്നും കൂടെ സൂചിപ്പിക്കുന്നത്. ഇതാണ് ഇവയുടെ അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒന്ന്, ഫീച്ചർ ഡിവിഷൻ ഇൻ ടു ഇൻക്രിമെന്റൽ പാർട്സ് ക്യാൻ ബി നോൺ ട്രിവിയൽ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻക്രിമെന്റലി പല പാർട്ടുകളും ഇൻക്രിമെന്റലായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഈ മോഡലിന്റെ രീതി എന്ന് നമ്മൾ പറഞ്ഞു.
സോ ഇവിടെ ചില സമയത്ത് ഫീച്ചേഴ്സ് തന്നെ ഇന്റർവ്യൂൻഡ് ആയിട്ട് കാണും, ചില സമയത്ത് ഫീച്ചേഴ്സ് ഇൻഡിപെൻഡന്റ് ആയിരിക്കും, ചിലപ്പം ഫീച്ചേഴ്സ് ഒരു ഫീച്ചർ വേറൊരു ഫീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോഡലിന് ഡിസഡ്വാൻറ്റേജ് കാണുന്നത് ചില സമയങ്ങളിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിവൈഡ് ദി റിക്വയർഡ് ഫീച്ചേഴ്സ് ഇൻ ടു സെവറൽ പാർട്സ്. നമുക്ക് റിക്വയർമെന്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, റിക്വയർമെന്റ് തന്നെ വളരെ റിജിഡ് ആയിരിക്കുന്നതായിരിക്കും. റിക്വയർമെന്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാലേ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ആദ്യം ഡിവൈഡ് ചെയ്ത് പിന്നെ അടുത്ത ലെവലിൽ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നുള്ളൂ. പക്ഷെ ഇവിടെ അതൊരു പ്രശ്നമായിട്ട് കാണാൻ കഴിയും. പിന്നെ അഡ്ഹോക് ഡിസൈൻ എന്ന് പറയുന്നത് അടുത്ത പ്രശ്നം. സിൻസ് അറ്റ് എ ടൈം ഡിസൈൻ ഫോർ ഓൺലി ദ കറണ്ട് എഗ്രിമെന്റ് ഈസ് ഡൺ, ഡിസൈൻ ബിക്കം അഡ്ഹോക്. നമ്മൾ ഇപ്പോഴ് ആവശ്യമുള്ള കറണ്ട് എഗ്രിമെന്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും ഡിസൈൻ എന്ന് പറയുന്നത് അഡ്ഹോക് ആയി മാറാൻ ചാൻസ് ഉണ്ട്. അഡ്ഹോക് എന്ന് പറഞ്ഞാൽ എന്താണ്? അനൗപചാരികം എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോഴങ്ങനെ അനൗപചാരികമായിട്ട് ഉള്ള ഡെവലപ്മെന്റ് ആയിട്ട് മാറുന്നു. ഫോർമൽ ഡെവലപ്മെന്റ് രീതികൾ ഫോളോ ചെയ്യാൻ കഴിയത്തില്ല എന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. ഡിസൈൻ ക്യാൻ ബിക്കം അഡ്ഹോക് വിത്തൗട്ട് സ്പെസിഫിക് അറ്റൻഷൻ ബീങ് പെയ്ഡ് ടു മെയിൻറ്റൈനബിലിറ്റി ആൻഡ് ഓപ്റ്റിമാലിറ്റി. അപ്പോൾ ഡിസൈൻ അഡ്ഹോക് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മെയിൻറ്റൈനബിലിറ്റിയും ഓപ്റ്റിമാലിറ്റിയും ഒക്കെ പ്രശ്ന സങ്കീർണമാകുന്നു എന്ന് കാണാം. ഒബ്വിയസ്ലി for moderate sized problems and for those which customer requirement are clear, അല്ലേ? അപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ ഈ മോഡൽ ഉപയോഗിക്കാൻ പറ്റുന്നത്? സൈസ് ഓഫ് ദ പ്രോബ്ലം ഷുഡ് ബി മോഡറേറ്റ്. രണ്ടെന്ന് പറയുന്നത് കസ്റ്റമർ റിക്വയർമെന്റ് ക്ലിയർ ആയിരിക്കണം. മൂന്നാമതായിട്ട് ഉണ്ടാകേണ്ട വസ്തുത the iterative waterfall model can yield a better solution. ഈ സാഹചര്യത്തിൽ ഐട്രേറ്റീവ് വാട്ടർഫാൾ മോഡൽ നമ്മൾ എഗ്രിമെന്റിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ബെറ്റർ സൊല്യൂഷൻ നൽകാൻ പറ്റും. ഇനി ഇവല്യൂഷണറി മോഡൽ എവിടെ ആപ്ലിക്കബിൾ എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? മോഡൽ വേർ ഇറ്റ് ഈസ് ഈസിയർ ടു ഫൈൻഡ് മോഡ്യൂൾസ് ഫോർ ഇൻക്രിമെന്റൽ ഇംപ്ലിമെന്റേഷൻ. ഇത് ഒന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ട എവല്യൂഷണറി മോഡലിനകത്ത് ആദ്യം അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് പിന്നെ കൂട്ടിച്ചേർത്ത് വരുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന മോഡലുകളിൽ ഇത് ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ഫീച്ചേഴ്സ് ആസ് ആൻഡ് വെൻ ദേ ആർ ഡെലിവേർഡ് റാദർ ദാൻ വെയിറ്റിംഗ് ഓൾ ദ ടൈം ഫോർ ദ ഫുൾ പ്രോഡക്റ്റ് ടു ബി ഡെവലപ്ഡ് ആൻഡ് ഡെലിവേർഡ്. അപ്പോഴും നമുക്ക് ഫീച്ചേഴ്സ് നേരത്തെ അറിയാവുന്ന ഫിക്സ് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റുകളിലാണ് നമുക്കിത് കൂടുതൽ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത്. അതല്ലെങ്കിൽ അനദർ കാറ്റഗറി എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് വഴിക്ക് നമുക്ക് കുറച്ചുകൂടെ അംഗീകൃതമായി കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഓബ്ജക്റ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റിനും ഈ പ്രത്യേക മെത്തേഡ് ആപ്ലിക്കബിൾ ആണ്, മോഡൽ ആപ്ലിക്കബിൾ ആണ്. എവല്യൂഷണറി മോഡൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക്സ് എ ലോട്ട്.